നമ്മൾ മനുഷ്യന്മാർക്ക് ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ആ ബുദ്ധി കൃത്യസമയത്ത് ഉപയോഗിക്കുക തന്നെ വേണം. എന്നാലേ നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിൽ നടന്ന ഒരു സംഭവമാണ് ഉദാഹരണം. ഈ ഉത്തരാഖണ്ഡിലെ ഒരു വീട്ടിൽ കുരങ്ങന്മാരുടെ സംഘം കയറി നാശനഷ്ടങ്ങളൊക്കെ വരുത്തുകയാണ്. ഒരു വീട്ടിലാണെങ്കിൽ ചേച്ചിയും അനുജത്തിയും മാത്രമാണുള്ളത്. അനുജത്തിക്ക് നേരെ കുരങ്ങന്മാർ പാഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ അനുജത്തിയെ രക്ഷിക്കാൻ ചേച്ചി ഒരു ബുദ്ധി പ്രയോഗിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുരങ്ങന്മാരെ അങ്ങ് തുരത്തി. അതായത് വീട്ടിൽ അലക്സ ഉണ്ടായിരുന്നു. കുരങ്ങന്മാർ ഓടിയെടുത്തപ്പോൾ അലക്സ പട്ടിയെ പോലെ കുരയ്ക്കൂ എന്ന് മാത്രമാണ് ചേച്ചി പറഞ്ഞത്. हम भी डर गए। फिर मेरी नज़र एलेक्सा पे पड़ी। फिर मैंने एलेक्सा से बोला, एलेक्सा कुत्ते की आवाज़ निकालो। फिर कुत्ते की आवाज़ सुनकर अब आप कौन सी जानवर की आवाज़ सुनना पसंद करेंगे? कुत्ते की आवाज़ सुनकर फिर बंदर एक एक करके डर के भागने लगे। हम भी डर गए। അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അർജുൻ, പലർക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേക ഉത്തരമൊന്നും ഉണ്ടായിരിക്കുകയില്ല. കാരണം ഇവിടെ തന്നെ അനുജത്തിയുടെ ജീവൻ അത് വളരെ പ്രധാനമാണ്. ആ ചേച്ചിയും ഒരുപാട് പേടിച്ചു പോയിട്ടുണ്ടാകാം. കാരണം അത്രത്തോളം പ്രായമൊന്നുമില്ല രണ്ടുപേർക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ പോലും അത് അത്ഭുതകരമാണ്. നമ്മളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരുപക്ഷെ ഓടി മാറാനൊക്കെ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു കൈയടി കൊടുക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല, പെട്ടെന്ന് ഉപയോഗിച്ച് ഒരു അപകടത്തെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ള കാര്യം ആ കുട്ടി കൃത്യമായിട്ട് തന്നെ ഈ നികിത എന്ന് പറയുന്ന കുട്ടി കാണിച്ചു തരികയാണ്. ഉത്തർപ്രദേശിലാണ് ബസ്തി എന്ന് പറയുന്ന ജില്ലയിൽ ഇത്തരത്തിൽ വീട്ടിനകത്തേക്ക് കുരങ്ങൻ വന്ന സമയത്ത് ആമസോൺ അലക്സ ഉപയോഗിച്ച് ആ കുരങ്ങനെ പുറത്തേക്ക് തന്നെ മടക്കി പറഞ്ഞയച്ചത്. ഈ കുട്ടിയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നായിരുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. അവരുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചില അതിഥികൾ വീട്ടിലേക്ക് വരികയും വീടിൻ്റെ വാതിൽ അടച്ചിടാതെ മടങ്ങിപ്പോവുകയും ചെയ്യുന്നത്. ആ സമയത്താണ് പുറത്തുനിന്ന് കുരങ്ങൻ അകത്തേക്ക് വന്ന് ഭക്ഷണ സാധനങ്ങളുണ്ടോ എന്നുള്ള കാര്യം അരിച്ചു പിറക്കി അവിടെ എല്ലാം അലങ്കോലമാക്കി ഇടുന്നു. അത് കണ്ട ഈ ചെറിയ കുട്ടി പേടിച്ച് കരയാൻ തുടങ്ങി. അത് ഈ കുരങ്ങനെ കുറച്ചുകൂടി ദേഷ്യം പിടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് കുരങ്ങൻ ഇവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഈ രണ്ട് കുട്ടികളുടെയും അടുത്തേക്ക് വരാൻ തോന്നി. എത്ര വിളിച്ചിട്ടാണെങ്കിലും ഈ വീട്ടുകാരും വിളി കേൾക്കുന്നില്ല. അങ്ങനെയാണ് അവിടെ പരിസരത്ത് ഒരു ഫ്രിഡ്ജ് ഇരിക്കുന്നതും ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ആമസോൺ അലക്സയുടെ ഡിവൈസ് ഇരിക്കുന്നതും കണ്ടത്. അങ്ങനെ മുൻകാലത്ത് എപ്പോഴോ ഇത്തരത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഈ ആമസോൺ അലക്സ വഴി ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ഈ കുട്ടി മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും. ഈ നികിത എന്ന് പറയുന്ന കുട്ടി മനസ്സിലാക്കിയത് കൊണ്ടാവാം പെട്ടെന്ന് പട്ടിയുടെ സൗണ്ട്, പട്ടി കുരയ്ക്കുന്ന സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമാൻഡ് കൊടുക്കുകയാണ് ചെയ്തത്. ഈ കമാൻഡ് കൊടുക്കാൻ പറ്റും ആമസോൺ അലക്സയിൽ. ആ കമാൻഡ് അവർ കേട്ടിട്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ആ കമാൻഡ് കൊടുക്കുകയും തൊട്ട് പിന്നാലെ ഈ പട്ടി കുരയ്ക്കുന്നൊരു സൗണ്ട് ഉണ്ടാക്കി. പട്ടി കുരയ്ക്കുന്നത് കേട്ട് പേടിച്ചിട്ടാണ് ഈ കുരങ്ങൻ പോയത്. അതിനുശേഷം ആ വീട്ടുകാർ തന്നെ വന്ന് ഇത്തരത്തിൽ പെട്ടെന്ന് അപകടമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഈ കുരങ്ങനെ തിരിച്ച് പുറത്തേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി ആ പെൺകുട്ടി നികിത ഇടപെട്ട ആ കാര്യങ്ങളെല്ലാം തന്നെ പുകഴ്ത്തി, അല്ലെങ്കിൽ അതിനെ അഭിനയിച്ച് സംസാരിച്ചു. എങ്ങനെയാണ് ഇത്തരത്തിലൊരു ബുദ്ധി തോന്നിയത് എന്നുള്ള കാര്യം ചോദിച്ച സമയത്താണ് ഇത്തരത്തിൽ മുൻപ് ഇങ്ങനെ പല കാര്യങ്ങളും ഈ ആമസോൺ അലക്സ ഡിവൈസ് വഴി ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം അറിയാം. അങ്ങനെ ഒന്ന് കൊണ്ട് തന്നെയാണ് ആ കുരങ്ങന്മാരുടെ ആക്രമണത്തിൽ നിന്നും അനുജത്തിയും ആ കുട്ടിക്കും രക്ഷപ്പെടാനായത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒരുപക്ഷെ വളരെ പെട്ടെന്ന് ചിന്തിക്കണമെന്നില്ല. പക്ഷേ ആ ബുദ്ധി പ്രയോഗിക്കുക, ഏത് വിധത്തിൽ രക്ഷപ്പെടുക എന്നുള്ളത് അവിടെ പ്രധാനമാണ്. ഈ വഴി മാത്രമായിരിക്കുകയില്ല, ആ സമയം ആ രീതിയിൽ ചിന്തിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയാണ് അവരും രക്ഷപ്പെട്ടത്.